ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മലബാർ ക്ലാസിക് കിച്ചൺ. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നാണ് ദീപാവലി. നമ്മുടെ ഒരുപാട് കൂട്ടുകാർ ദീപാവലി ആഘോഷിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും എൻ്റെ ദീപാവലി ആശംസകൾ. അതുപോലെ വേറൊരു പ്രത്യേകത കൂടി ഇന്നുണ്ട്. ഇന്നാണ് നമ്മുടെ രാജ്യത്ത് ശിശുദിനം ആഘോഷിക്കുന്നത്. ഈ രാജ്യത്തിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ശിശുദിനാശംസകൾ. ഹാപ്പി ചിൽഡ്രൻസ് ഡേ. ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി ഒരു കുഞ്ഞു ഷെഫ് നിങ്ങളുടെ മുന്നിൽ ഒരു വെറൈറ്റി റെസിപ്പിയുമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തി റെസിപ്പിയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. എന്നാൽ പിന്നെ നമ്മുടെ കുഞ്ഞു ഷെഫിൻ്റെ മോക്ക് കുക്കിംഗ് കണ്ടാലോ? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മലബാർ ക്ലാസിക് കിച്ചൺ. എൻ്റെ പേര് ഇസ്രാദ്യ. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. ഞാനിവിടെ മാവ് വെച്ചിട്ടുണ്ട്, ഒരു ചിക്കൻ മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇനി മാവ് പരത്താൻ പോവാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോൺ ഉണ്ടെങ്കിൽ ആക്കാൻ പറ്റും. ഇനി നമുക്ക് മാവ് പരത്താം. ഇവിടെ എല്ലാവരുടെയും ആകണം, ഇതേപോലെ ആകണം. ഇപ്പം പൊക്കളം മാതിരി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറെ എണ്ണം ചെയ്യാം. ഇവിടെ മാവെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മസാല ഇടാം. ഈ ഏതെങ്കിലും ഒരു മാവ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ പരത്തി കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊക്കളമാരി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ പരത്തി കൊടുക്കാം. ഇതേപോലെ വരണം. ഇനി നമുക്ക് അടുത്തതും കൂടി ചെയ്യാം. ഞാൻ കുറെ ആക്കിയിട്ട് കാണിച്ചരേ. ഇതേപോലെ നമുക്ക് കുറെ എണ്ണ ആക്കിയെടുക്കാം. എല്ലാ സ്നാക്കും സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. ആദ്യം നമുക്കൊരു കടായി എടുക്കാം. നമുക്ക് ഓണാക്കി കൊടുക്കാം. എണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എൻ്റെ മക്കളെ കാണിച്ചിട്ടുണ്ടേ. മക്കളെല്ലാം പറയും. എൻ്റെ മക്കളെ പേര് റോസിൻ ഡാലിയും ആണ് പേര്. ഇനി നമുക്ക് തിന്നാൻ കൊടുക്കാം. നല്ല ഉണ്ടെന്നാ പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് ഡാലി കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എല്ലാ കുട്ടികളും പറയുന്നുണ്ട്. നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്തേക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലെ ക്ലിക്ക് ചെയ്ത് ഓൾ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ ബൈ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഉള്ളി ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഒരു മീഡിയം സൈസ് ഉള്ളി തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഒരു മിക്സി ജാറിലേക്ക് ഉള്ളി ചെറിയ പീസായി കട്ട് ചെയ്ത് ചേർക്കുക. പുളി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കുക.
ഇതുപോലെ നന്നായി അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചമ്മന്തിയാണ്. പുളിയും എരിവും ഒക്കെ കൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ് ഇതിന്. നിങ്ങൾ തീർച്ചയായും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ക്ലിക്ക് ചെയ്ത് ഓൾന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ ബൈ.